സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകാനുള്ള ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പിന്റെ പ്രചരണ യാത്ര ആരംഭിച്ചു. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ M. രാജഗോപാലൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകാനുള്ള ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പിന്റെ പ്രചാരണ യാത്രയുടെ ഉദ്ഘാടനം നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്നു. കാസർഗോഡ് നിന്നും സ്വർണ്ണക്കപ്പ് രാവിലെ 9 മണിയോടെ സ്റ്റേഡിയത്തിലെത്തി. M. രാജഗോപാലൻ MLAയിൽ നിന്നും പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ കപ്പ് ഏറ്റുവാങ്ങി. കേരളത്തിലാണെങ്കിൽ സമഗ്രമായ ഒരു കായിക വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ കായിക മേഖലയെ കാണുന്നത്. അത് സഹായകരമായിട്ടുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെ പ്രത്യേക നിയമം വരെ ഉണ്ടാക്കാൻ സർക്കാർ ഈ കാലയളവിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളർന്നു വരുന്ന കായിക രംഗത്തെ അതിന്റെ കേടാരങ്ങളെ കണ്ടെത്തുന്നതിന് വൈവിധ്യമാർന്ന രീതിയിൽ നടപടികളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിക്കളങ്ങളുടെ അഭാവമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യം. എന്നാൽ കേരളത്തിൽ ജില്ലകളെ ആസ്ഥാനമാക്കി 14 ജില്ലകളിലും മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൽ കേരളത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ട 2-3 സ്റ്റേഡിയങ്ങളിലൊന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടക്കാവ് 30 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയിട്ടുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബിജുരാജ്, TR പ്രീതിമോൾ, ഡോക്ടർ K. രഘുരാമ ഭട്ട്, അനിൽ ബംഗളം തുടങ്ങിയവർ സംസാരിച്ചു. DDE P. സവിത സ്വാഗതവും P. മോഹനൻ നന്ദിയും പറഞ്ഞു. നീലേശ്വരത്തു നിന്നും പ്രചരണം ആരംഭിച്ച് വിവിധ ജില്ലകളിലെ പ്രദർശനത്തിനു ശേഷം കപ്പ് തിരുവനന്തപുരത്ത് എത്തിക്കും. സംസ്ഥാന കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലാ ടീമിന് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള എവർ റോളിംഗ് ട്രോഫി സമ്മാനിക്കും. തിരുവനന്തപുരത്തെ P. മാധവൻ തമ്പി ആൻഡ് സൺസാണ് 2 ലക്ഷം രൂപ ചെലവിട്ട് 3.5 കിലോ ഭാരമുള്ള ട്രോഫി രൂപകൽപ്പന ചെയ്തത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.